കഴിഞ്ഞ 27-ന് രാത്രി ഇരുപ്പച്ചിറയിലെ രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നുമാണ് രണ്ടംഗ സംഘം സ്വർണം കവർച്ച നടത്തിയത്. സംഭവ സമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. മുൻവശത്തെ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഗോവണി ഉപയോഗിച്ച് രണ്ടാം നിലയിൽ കയറി വാതിൽ തുറന്ന് അലമാരയിൽ സൂക്ഷിച്ച സ്വർണം കവർന്ന് കടന്നുകളയുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് കൊടുങ്ങല്ലൂരുള്ള ലോഡ്ജിൽ നിന്നും പ്രതികൾ പിടിയിലായത്. പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും 47 പവനോളം സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും കൃത്യത്തിനുപയോഗിച്ച ആയുധങ്ങളും കറുത്ത മാസ്ക് ഉൾപ്പെടെയുള്ള വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബൈജുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 16 കേസുകളുണ്ട്. നിസാറിനെതിരെ 4 കേസുകളും. DYSP പുത്തൻക്രൂസ് നിഷാദ് ആൻഡ് IP പുത്തൻക്രൂസ് അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ സംഘം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. സോ നല്ല ഒരു ക്യാച്ചാണ്, നല്ല ഒരു ഡിറ്റക്ഷനാണ്. ഈ രണ്ട് പ്രതികളിനെതിരെ നിരവധി കേസുകളുണ്ടോ, ഏകദേശം 10 മേലെ കേസസ് ഉണ്ട് ഓൾറെഡി. ഈ ബൈജു 5 മാസം മുമ്പ് ജസ്റ്റ് ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നു. സ്കൂട്ടറിൽ കറങ്ങി നടന്ന് ആൾതാമസമില്ലാത്ത വീടാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് രണ്ടംഗ സംഘം മോഷണത്തിന് കയറിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളിലേക്ക് എത്തിയത്. പ്രതികളെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നിട്ടും 5 ദിവസത്തിനുള്ളിൽ 45 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ നേട്ടമാണ്. പ്രതികളുമായി അന്വേഷണ സംഘം കൊടുങ്ങല്ലൂരിൽ തെളിവെടുപ്പ് നടത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.